പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ റിപ്പോർട്ട് ആരാ വിശ്വസിക്കുന്നേ? എന്നാൽ ആമേൻ, നമുക്കൊരു രോഗം വരുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ എഴുതി തരുന്നത് അക്ഷരം പ്രതി ആ റിപ്പോർട്ട് നമ്മൾ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അക്ഷരം പ്രതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. രാവിലെയും വൈകിട്ടും കഴിക്കണമെന്നും ആഹാരത്തിന് ശേഷം കഴിക്കണമെന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിച്ചോ എന്ന് ഓർത്ത് പ്രൈസ് ദി ലോർഡ്. അത് തന്നാന്നോ? ആമേൻ, ആമേൻ. ഇത്ര ദിവസം കമന്ന് കിടക്കണമെന്ന് പറഞ്ഞാൽ കമന്ന് കിടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ റിപ്പോർട്ട് അതുപോലെ നമ്മൾ അനുസരിക്കും. എന്നാൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം ചോദിക്കുക, our report. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും? എന്തുവാ റിപ്പോർട്ട്? എന്തുവാ കേൾപ്പിച്ചത്? താഴോട്ടുണ്ട്. സാക്ഷാൽ, ആമേൻ, എടുത്തോട്ട് വായിച്ചേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ആമേൻ. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു വിളിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും. റിപ്പോർട്ട് അതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, തകർച്ച. ആമേൻ. രണ്ട്, മുറിവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുറിവ് എന്തുവാ? മുറിവ് 10 പേര് കാണുന്നതാ. ആമേൻ. മുറിവ് 10 പേര് കാണുന്നതാ കേട്ടോ. പ്രൈസ്. പുറത്തെല്ലാം മുറിവുകളും കാണാം നമുക്ക്. അത് വെച്ച് കെട്ടാം, അതിന് മരുന്ന് കൊടുക്കാം, എല്ലാം ചെയ്യാം. എന്നാ അകത്തെ തകർച്ചയോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ പുറത്തെ മുറിവിനും അകത്തെ തകർച്ചയ്ക്കും ഒരുപോലെ സാക്ഷാൽ വേദനകളെ ചുമന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. മറ്റുള്ളവർ 10 പേര് അറിയുന്ന വിഷയവും നിന്റെ ജീവിതത്തിലുണ്ട്, പറയാൻ കൊള്ളാവുന്നത്. അതാ മുറിവ്. 10 പേര് കാണുന്ന ഒരു വിഷയം. എന്നാൽ ആരോടും പറയാൻ പാടില്ലാത്ത അകത്തെ തകർച്ചയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിനും എന്റെ കർത്താവ് മതിയായവനാണെന്ന് ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. അകത്തും പുറത്തും ഒരു വിടുതൽ ഈ പകൽക്കാലം. ദൂരത്തും ചാരത്തും ഒരു വിടുതൽ ഇന്ന് പകൽ സ്വർഗ്ഗം തരികെ. ഈ പകൽ നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ വിഷയം ദൂരത്താണെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, ദൂരത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ ആമേൻ, മൈലുകൾക്കപ്പുറത്ത് പ്രവർത്തിച്ച ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തി. കഴിഞ്ഞ ആഴ്ചയിലെ മതേശ്വരൻ പറഞ്ഞത് ദൈവശക്തിയെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവശക്തി, അവന്റെ വാക്കിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, പിടിക്കാനായിട്ട് കടന്നു വന്നവരാ, യേശുവിനെ പിടിക്കാൻ കടന്നു വന്നവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പടയാളികൾ കടന്നു വന്നപ്പോൾ ആമേൻ, ആമേൻ, യേശുവിനെ അന്വേഷിച്ചാ പറയുന്നേ. യേശു അവിടെ പറയുന്നുണ്ട്. എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആരാ? ആമേൻ, ആമേൻ. ആ യേശു ആരാ? ഞാൻ തന്നെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ പിടിക്കാൻ വന്നവരെ നിലത്ത് വീണെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കണ്ടോ സിസ്റ്ററെ? ഞാൻ തന്നെ പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ആമേൻ. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ദൈവത്തിന്റെ ശക്തിയാണ് ഇന്ന് പകൽക്കാലം. ആ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന്റെ ശക്തി കഴിഞ്ഞ ആഴ്ചക്കാലത്ത് പറഞ്ഞ പ്രകാരം അത് വെറും ശബ്ദമല്ല. ശക്തി വരുമ്പോ ശബ്ദം ഉണ്ടാകും, അത് വേറെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ശക്തി ഉണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് കൂടി ഇരിക്കുന്ന ഇടം കുലുങ്ങുന്ന ശക്തിയാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കുന്ന ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ, ആമേൻ. അത് പർവ്വതങ്ങളെ പൊടിയാക്കുന്ന ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശക്തിയാ എന്നിലും നിന്നിലും
പകർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, എന്നിലും നിന്നിലും പകർന്നിരിക്കുന്ന ശക്തിയുടെ അളവ് അറിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ എപ്പോഴും പറയും, ആമേൻ, നമ്മുടെ നേരെ ചാടി വീഴുന്ന ബാലസിംഹത്തെ ഒരു കുഞ്ഞാടിനെ പോലെ, ആട്ടുകുട്ടിയെ പോലെ കീറിക്കളയാനുള്ള ശക്തിയായി എന്നിലും നിന്നും പകർന്നിരിക്കുന്നത്. ആട്ടിൻകുട്ടിയെ നോട്ടമിട്ട് വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ശത്രു നോട്ടമിട്ട തലമുറയെ പ്രാർത്ഥനയിൽ വഹിക്കുവാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്നവരുടെ കരുത്തിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ബോധ്യം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരിക്കൽ കൂടി പറയട്ടെ, പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാത്ത ഒരു വിഷയവും ഇല്ല. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ അനലിയുടെ ശക്തി ചാകണം. ആമേൻ. ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എപ്പോൾ പ്രാർത്ഥിക്കണം? എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രതികൂലം വന്നാലും പ്രാർത്ഥിക്കണം. ആമേൻ, 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 ആമേൻ. ഈ ദിവസങ്ങളൊരു ആമേൻ പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു ആലോചന കൂടെ ഞാൻ പറയാം ദൈവങ്ങളോട് പ്രാർത്ഥനയെ കുറിച്ച്. അതിങ്ങനെയാ. ആമേൻ, ആമേൻ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആയിരുന്ന സമയത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കാരാഗ്രഹത്തിൽ പോയാൽ നിനക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ലായിരുന്നു. അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, പാടി. ആമേൻ. നിങ്ങൾക്ക് വചനം അറിയാവുന്നോണ്ടാ ആമേൻ എടുത്തു വായിക്കാതെ പോകുന്നത്. പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ആമേൻ, 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 ആമേൻ. ഒരു കാര്യം നടന്നു. കാരാഗ്രഹ പ്രമാണി കുടുംബവും ആമേൻ രക്ഷിക്കപ്പെടുവാൻ തക്കനിടയായി. ദൈവത്തിന്റെ പൈതലേ, ആമേൻ, തടവിലായിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആത്മാക്കളുടെ വിടുതലിന് അത് കാരണമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം. ആമേൻ, പത്രോസ് തടവിലായിരുന്നു. ആ തടവിൽ കിടന്ന് അവൻ എന്ത് ചെയ്തു? അവൻ ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. പടയാളികളുടെ നടുവിൽ അവന് ഉറങ്ങി. ആ അധ്യായം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം നിങ്ങൾ പഠിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അവൻ തടവിൽ കിടന്നു ഉറങ്ങിയത് കൊണ്ട് കാവൽക്കാർ കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാവൽക്കാർ കൊല്ലപ്പെട്ടു. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഏത് തടവിലാണെങ്കിലും നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ഒരു രോഗത്തിന്റെ തടവായിരിക്കും, പ്രശ്നത്തിന്റെ തടവായിരിക്കും, നിനക്ക് സഹിക്കാൻ മേലാത്ത വിഷമ ഘട്ടത്തിലായിരിക്കാം. എന്നാൽ മുട്ടുമടക്ക്. പ്രാർത്ഥന എവിടാ വെളിപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന വെളിപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവരുടെ കാലിന്റെ മുട്ടയിലാണ് വെളിപ്പെടുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ, 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 ആമേൻ. കാൽ മുട്ടൽ നിന്റെ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെടും. മുട്ടുമടക്കുവാൻ തയ്യാറാണോ? ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ മുട്ടുമടക്കുവാൻ നീ തയ്യാറായാൽ ഈ ദേശത്തെ ആധിപത്യ ശക്തി തകരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി ഉയരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ശത്രുവിന്റെ ശക്തി തകരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മുട്ടുമടക്കുവാൻ എത്ര സഹോദരിമാർ ഈ പട്ടണത്തിൽ തയ്യാറാണ്? ആമേൻ, ആമേൻ, ആമേൻ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയോർത്ത്, നഷ്ടപ്പെട്ടിരിക്കുന്ന യുവതലമുറയോർത്ത് ഇടിവിൽ നിന്ന് കരയുവാൻ എത്ര പേർ തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. സർവ്വലോകവും എവിടെ കിടക്കുന്നു? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒന്ന് യോഹന്നാൻ പറയുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ